ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചെയിൻ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ് അനാലിസിസിലെ ഡെറിവേറ്റീവ് എന്നുള്ള സെക്ഷനിലെ ഒരു റിസൾട്ടും ആ റിസൾട്ടിന്റെ പ്രൂഫും ആണ്. റിസൾട്ട് പറയുന്നത് സപ്പോസ് ദാറ്റ് എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് z നോട്ട് ആൻഡ് g ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് f of z നോട്ട്, then the function capital F of z defined by g composite f of z and g composite f is defined by g of f of z has a derivative at z naught, and the derivative at z naught f dash at z naught is given by g dash of f of z naught into f dash of z naught. നമ്മളെ കൈക്ക് z naught എന്നുള്ള പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന f എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. f of z naught പോകുന്നു ആൻഡ് f of z naught ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഫംഗ്ഷൻ ആണ് g f of z naught ഡിഫറൻഷ്യബിൾ ആണ്, f z naught ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ g composite f എന്നുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് കാണാം which is differentiable at z naught and the derivative at that point is given by g dash f of z naught into f dash z naught. Derivative of outer function g composite f of z എന്ന് എഴുതുമ്പോൾ g of f of z ലെ g നെയാണ് നമ്മൾ ഔട്ടർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇന്നർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരിക. അതിനെയാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് വിളിക്കുന്നത്. ഇതേ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ റിയൽ കേസിലും ചെയിൻ റൂൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം. സിൻസ് എഫ് ഹാസ് ഡെറിവേറ്റീവ് അറ്റ് z നോട്ട്, നമ്മൾ പ്രൂഫ് രണ്ട് രൂപത്തിലാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം എഫിന്റെ ഡെറിവേറ്റീവ് വെച്ചിട്ട് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും, പിന്നീട് ജിന്റെ ഡെറിവേറ്റീവ് വെച്ചിട്ട് മറ്റൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും. അത് എഫിൻ്റെത് ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. പിന്നീട് അത് രണ്ടും കൂടി അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് റിസൾട്ട് അറിയാം. എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് z നോട്ട്. എഫ് എന്നുള്ള ഫംഗ്ഷൻ എവിടെ ഡിഫറൻഷ്യബിൾ ആണ്? z നോട്ട് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. എഫ് z നോട്ട് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതിന്റെ അർത്ഥം z നോട്ട് എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ വി ഹാവ് ലിമിറ്റ് z ടെൻഡിങ് ടു z നോട്ട് f of z മൈനസ് f of z നോട്ട് ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട്. ഇത് നമുക്ക് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. എഫ് z നോട്ട് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ആ ഡെറിവേറ്റീവിനെ നമ്മൾ ലിമിറ്റ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തു. ഇനി നമ്മളൊരു ഫംഗ്ഷൻ കൈ ഓഫ് z ഡിഫൈൻ ചെയ്യാണ്. ഫോർ ഈച്ച് z ഇൻ എ നൈബർഹുഡ് ഓഫ് z നോട്ട് ഡിഫൈൻ എ ഫംഗ്ഷൻ കൈ സച്ച് ദാറ്റ് f of z minus f of z naught divided by z minus z naught minus f dash at z naught if z not equal to z naught, and if z equal to z naught the function value is 0. നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. f dash z naught ഇവിടെ നമ്മൾ അതിന്റെ ലിമിറ്റിലെ ടേം, ലിമിറ്റ് z ടെൻഡിങ് ടു z നോട്ടിലെ ലിമിറ്റിംഗ് ടേം ആണ് f of z minus f of z naught divided by z minus z naught മൈനസ് ദ ഡെറിവേറ്റീവ്. ഈ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കൈയിനെ ഡിഫൈൻ ചെയ്തു. ഇനി അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. ദെൻ ലിമിറ്റ് z ടെൻഡിങ് ടു z നോട്ട് കൈ ഓഫ് z ഈക്വൽ ടു ലിമിറ്റ് z ടെൻഡിങ് ടു z നോട്ട് കൈ ഓഫ് z എന്ന് പറഞ്ഞാൽ ഇയാളാണ്, അയാൾ അവിടെ എഴുതി f of z മൈനസ് f of z നോട്ട് ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് മൈനസ് f ഡാഷ് അറ്റ് z നോട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് രണ്ടാക്കും അപ്ലൈ ചെയ്യാം. രണ്ടാമത്തതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇയാൾക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ f ഡാഷ് അറ്റ് z നോട്ട് തന്നെ വരും. ഇയാൾക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എഫ് ഡാഷ് അറ്റ് z നോട്ട്. എഫ് ഡാഷ് അറ്റ് z നോട്ടും എഫ് ഡാഷ് അറ്റ് z നോട്ടും ആയി 0 വരും. ദാറ്റ് മീൻസ് ലിമിറ്റ് z ടെൻഡിങ് ടു z നോട്ട് കൈ ഓഫ് z ഈക്വൽ ടു 0. അതിനെ നമ്മൾ 1 എന്നുള്ളൊരു ഐഡന്റിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്തു, 1 എന്നുള്ളൊരു ഇക്വേഷൻ ആയിട്ട് ഡിനോട്ട് ചെയ്തു. ആൾസോ എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് z നോട്ട് ഈക്വൽ ടു കൈ ഓഫ് z പ്ലസ് എഫ് ഡാഷ് അറ്റ് z നോട്ട് ഇൻറ്റു z മൈനസ് z നോട്ട്. അത് ജസ്റ്റ് ഇതിനെ കൈ ഓഫ് z ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. കൈ ഓഫ് z എടുത്തു, മൈനസ് ഓഫ് എഫ് ഡാഷ് ഓഫ് z നോട്ടിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ കൈ ഓഫ് z പ്ലസ് എഫ് ഡാഷ് അറ്റ് z നോട്ട് വരും ഇൻറ്റു z മൈനസ് z നോട്ട്. ഇതിന് ഇങ്ങോട്ട് കൊടുത്താൽ എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് z നോട്ട് എന്ന് എഴുതാം. സോ എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് z നോട്ട് ഈക്വൽ ടു കൈ ഓഫ് z പ്ലസ് എഫ് ഡാഷ് അറ്റ് z നോട്ട് ഇൻറ്റു z മൈനസ് z നോട്ട്. So we have the second identity denoted by equation number 2, f of z minus f of z naught equal to chi of z plus f dash at z naught into z minus z naught by
definition of chi of z. Chi of z ന്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഈ ഒരു രൂപത്തിൽ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ g എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് അതുമായിട്ട് രണ്ട് ഐഡന്റിറ്റീസ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. സിൻസ് g ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് f of z0 എന്നുള്ള പോയിന്റിൽ g എന്നുള്ള ഫംഗ്ഷൻ ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. g dash f of z0 എക്സിസ്റ്റ്, g dash of f of z0 എക്സിസ്റ്റ് ചെയ്യും. And g dash at f of z0 is given by limit w tending to f of z0 g of w minus g of f of z0 divided by w minus f of z0. By definition of the derivative of g at f of z0, it is defined by g of w minus g of f of w0 divided by w minus w0 by definition of derivative of g. g എന്നുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളത് പ്രകാരം നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി കിട്ടും. Now, for each w in a neighborhood of f of z0, define a function phi such that. നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് phi. നേരത്തെ നമ്മൾ chi എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് phi എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. chi എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സമയത്ത് chi of z is equal to, അതിന് പകരം ഇവിടെ phi of w equal to എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. ഇതിൽ ഈ ഫസ്റ്റ് ടേം ഈ ലിമിറ്റ് ആണ് വരുന്നത്. നേരത്തെ ലിമിറ്റിംഗ് ടേം തന്നെയായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്തത് g of w മൈനസ് g of f of z0 ഡിവൈഡഡ് ബൈ w മൈനസ് f of z0. ഓക്കെ, ആൻഡ് മൈനസ് g dash at f of z0. സെക്കൻഡ് ടേം ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത് g dash at f of z0 ആയിരുന്നു. സോ നമ്മൾ എഫിന്റെ കണ്ടിന്യൂറ്റിയിൽ chi എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതുപോലെ ജിയുടെ കണ്ടിന്യൂറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ phi എന്നുള്ള പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. നേരത്തെ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ phi w നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് z0 ആകുമ്പോൾ ഈ ടേം ആയിട്ടും w ഈക്വൽ ടു എഫ് ഓഫ് z0 ആകുന്ന സമയത്ത് 0 ആക്കിയിട്ടും ഡിഫൈൻ ചെയ്തു. ദെൻ ഇനി phi എന്നുള്ള ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. ലിമിറ്റ് w ടെൻഡിങ് ടു f of z0 phi of w equal to ലിമിറ്റ് w ടെൻഡിങ് ടു f of z0 phi of w നെ നമ്മൾ ഡെഫിനിഷൻ റീപ്ലേസ് ചെയ്തു. g of w minus g of f of z0 divided by w minus f of z0 minus g dash at f of z0 by definition of phi and that is equal to, ഈ ലിമിറ്റ് നമ്മൾ രണ്ട് ടേമിനും അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ടേം g dash at f of z0 ആയിട്ട് തന്നെ വരും. ഫസ്റ്റത്തെ ടേം ലിമിറ്റ് w ടെൻഡിങ് ടു z0 g of w മൈനസ് g of f of z0 ഡിവൈഡഡ് ബൈ w മൈനസ് f of z0 വരും. അത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം g dash at f of z0 ആണ്. This by definition. That means limit w tending to z0 f of z0 phi of w equal to 0. അതിനെ നമ്മളൊരു ഐഡന്റിറ്റി ആക്കി ഡിഫൈൻ ചെയ്തു. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ടേം നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ടേമിൽ ആരായിട്ട് വരുന്നത്, ലിമിറ്റിംഗ് ടേം ആയിട്ട് വരുന്നത്. അപ്പോൾ g of w മൈനസ് g of f of z0 നെ നമ്മൾ ഒരു സൈഡിൽ വെച്ചു, w മൈനസ് എഫ് ഓഫ് z0 നെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോവുക, w മൈനസ് എഫ് ഓഫ് z0 വരും. പിന്നെ phi എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ സൈഡിൽ phi of w എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. phi of w പ്ലസ് g dash at f of z0 എന്ന് വരും. സോ ദിസ് ബൈ ഡെഫിനിഷൻ ഓഫ് phi. By definition of phi, we have g of w minus g of f of z0 equal to phi of w plus g dash at f of z0 into w minus f of z0. അതിനെ നമ്മൾ 4 എന്നുള്ള ഒരു ഐഡന്റിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ വി ഹാവ് 4 identities. The first two are by using the definition of the derivative of f, and the second two are formed by using the definition of derivative of g. നമ്മൾ ജിയുടെ ഐഡന്റിറ്റി g എന്നുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണെന്നുള്ളത് പ്രകാരം 3ഉം 4ഉം എന്നുള്ള ഐഡന്റിറ്റി രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. എഫിന്റെ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് 1ഉം 2ഉം എന്നുള്ള രണ്ട് ഇക്വേഷൻസ് കിട്ടി. സോ വി ഹാവ് 4 ഐഡന്റിറ്റീസ് ബൈ യൂസിംഗ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഡെഫിനിഷൻ ഓഫ് എഫ് ആൻഡ് ജി. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തത് എഫിന്റെ ഡിഫറൻഷ്യബിലിറ്റി
ജിയുടെ ഡിഫറൻഷ്യബിലിറ്റി. ഇനി നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ വെച്ചിട്ടാണ് ഇനി നമ്മൾ പ്രൂഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. സിൻസ് ദ ഡൊമൈൻ ഓഫ് ജി കണ്ടെയ്ൻസ് ദ റേഞ്ച് ഓഫ് എഫ്, നമ്മൾ Z0 എന്നുള്ള പോയിന്റിൽ എഫ് ഡിഫൈൻ ചെയ്തു. അടുത്തത് ജി ഡിഫൈൻ ചെയ്യുന്നത് എഫിന്റെ റേഞ്ച് സെറ്റ് എന്നാണ്. സോ ദ ഡൊമൈൻ ഓഫ് ജി, ജിയുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ആണ്. അത് ആരാണ്? കണ്ടെയ്ൻസ് ദ റേഞ്ച് ഓഫ് എഫ്, എഫിന്റെ റേഞ്ച് സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ആണ്. സോ വി ക്യാൻ റീപ്ലേസ് ദ വേരിയബിൾ ഡബ്ല്യു ബൈ എഫ് ഓഫ് സെറ്റ്. നമ്മൾ ഇവിടെയുള്ള വേരിയബിളിനെയാണ് ഡബ്ല്യു എന്ന് വിളിച്ചത്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ജി എന്നുള്ള ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റിലെ പോയിന്റ് ആണ്. ആ സെറ്റിലെ ഡൊമൈൻ സെറ്റിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന ഫംഗ്ഷന്റെ ഇമേജ് സെറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു സം എഫ് ഓഫ് സെഡ് എന്ന് എഴുതാം. We can replace the variable w by f of z in equation 4. ഈ ഇക്വേഷൻ 4ൽ ടോട്ടലി നമ്മൾ w എന്ന് വിളിച്ച സാധനത്തിനെ f of z എന്ന് വിളിച്ചു. ഇക്വേഷൻ 4ൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്യുക. ഇക്വേഷൻ 4ൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് g of w ആരായിട്ട് മാറും? g of w f of z ആയിട്ട് മാറി. മൈനസ് g of f of z0, അത് അതുപോലെ എഴുതി. ഇനി phi of w നെ phi of f of z എന്ന് എഴുതി. പ്ലസ് ജി ഡാഷ് അറ്റ് എഫ് ഓഫ് സെഡ് നോട്ട്, ഡബ്ല്യുവിനെ എഫ് ഓഫ് സെഡ് എന്ന് എഴുതി, മൈനസ് ബാക്കിയുള്ളത് എഫ് ഓഫ് സെഡ് നോട്ട്. സോ ബൈ യൂസിംഗ് ദ കോമ്പോസിഷൻ, ഡബ്ല്യു ഈസ് ദ ഡൊമൈൻ പോയിന്റ് ഓഫ് ജി ആൻഡ് ഡൊമൈൻ പോയിന്റ് കണ്ടെയ്ൻസ് ദ ഇമേജ് ഓഫ് എഫ്. ദെയർഫോർ ഡബ്ല്യു ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എഫ് ഓഫ് സെഡ്. ഡബ്ല്യുവിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? എഫ് ഓഫ് സെഡ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി വെച്ച് റീപ്ലേസ് ചെയ്തു. നമ്മൾ ഒരു പുതിയ ഐഡന്റിറ്റി എടുത്തു. g of f of z minus g of f of z naught equal to phi of f of z plus g dash at f of z naught into f of z minus f of z naught. ഓക്കെ, നമ്മൾ ലാസ്റ്റ് എഴുതിയ ഐഡന്റിറ്റി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എടുത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ ലാസ്റ്റ് എഴുതിയത്. അതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ g of f of z നെ ബൈ ഡെഫിനിഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ g കോമ്പോസിറ്റ് f of z. ഇതിന് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് എഴുതാം, ഈക്വൽ ടു. ഇനി രണ്ടാമത്തെ സൈഡിൽ ഫൈ ഓഫ് എഫ് ഓഫ് സെഡിനെ അതുപോലെ എഴുതി, ജി ഡാഷ് എഫ് ഓഫ് സെഡ് നോട്ടിനെ അതുപോലെ എഴുതി. ബാക്കി എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ടിനെ മറ്റൊരു ക്വാണ്ടിറ്റി വെച്ച് റീപ്ലേസ് ചെയ്തു, ബൈ ടു വെച്ചിട്ട് നമ്മൾ ഫൈ ഓഫ് സെഡ് പ്ലസ് എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി വെച്ച് റീപ്ലേസ് ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ടിനെ ഫൈ ഓഫ് സെഡ് പ്ലസ് എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട് സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. കൈ എന്നുള്ള ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു രൂപത്തിൽ കൈ ഓഫ് സെഡ് പ്ലസ് എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഐഡന്റിറ്റിയാണ്. സോ ഈ ഒരു ഐഡന്റിറ്റി പ്രകാരം നമുക്ക് ആ ഒരു ഇക്വേഷനെ ആ ഒരു രൂപത്തിൽ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ പ്രകാരം എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് എന്നുള്ള ക്വാണ്ടിറ്റിനെ കൈ ഓഫ് സെഡ് പ്ലസ് എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി ഈ സൈഡിൽ ടോട്ടലി ഒറ്റ സിംഗിൾ ടേം ആണ്, മൂന്നും കൂടി പ്രൊഡക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതിൽ സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള ടേമിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരുന്ന സമയത്ത് ഇത് ഡിനോമിനേറ്ററിലേക്ക് വരും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് മാറും? ജി കോമ്പോസിറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് മൈനസ് ജി കോമ്പോസിറ്റ് എഫ് അറ്റ് സെഡ് നോട്ട്. ഈ സെഡ് മൈനസ് സെഡ് നോട്ടിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സെഡ് മൈനസ് സെഡ് നോട്ട് ഡിനോമിനേറ്ററിലേക്ക് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ഓഫ് സെഡ് അതുപോലെ എഴുതി, ജി ഡാഷ് അറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് ഇൻറ്റു കൈ ഓഫ് സെഡ് പ്ലസ് എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട്. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എന്ന് റീപ്ലേസ് ചെയ്തു. നൗ അപ്ലൈ ലിമിറ്റ് ആസ് z ടെൻഡിങ് ടു സെഡ് നോട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 5. ഈ 5 എന്നുള്ള ഐഡന്റിറ്റിയിൽ നമ്മൾ രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് z ടെൻഡിങ് ടു സെഡ് നോട്ട് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് സെഡ് മൈനസ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് വരും. ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആരുടെ ഡെറിവേറ്റീവ് ആണ്? ജി കോമ്പോസിറ്റ് എഫിന്റെ ഡെറിവേറ്റീവിന് ഈക്വൽ ആണ്. Therefore, the left hand side will equal to g composite f whole dash at z naught by definition of derivative, and using the identity 5, the left hand side will become g composite f whole dash at z naught. ഇനി
റൈറ്റ് ഹാൻഡ് സൈഡ് ജി കോമ്പോസിറ്റ് എഫ് ഹോൾ ഡാഷ് അറ്റ് സെഡ് നോട്ട് ഈക്വൽ ടു നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഫൈനൽ ആൻസർ കിട്ടേണ്ടത് എന്താണ്? ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ചെയിൻ റൂൾ പ്രകാരം കിട്ടേണ്ടത് ജിയുടെ ഡെറിവേറ്റീവ് ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് അറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട് എന്നാണ് കിട്ടേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഡാഷ് അറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട് ബൈ 1 and 3. 1ഉം 3ഉം പ്രകാരം ജി ഡാഷ് അറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട് എന്ന് കിട്ടി. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ഈ ഒരു ടേം ആണ്. ഈ ഒരു ടേമിൽ ജി ഡാഷ് അറ്റ് എഫ് ഓഫ് സെഡ് നോട്ടും കിട്ടി, എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ടും കിട്ടി. അത് മാത്രം വരണമെങ്കിൽ ഇയാൾ എങ്ങോട്ട് പോകണം? സീറോയിലേക്ക് പോകണം. ഇയാളും എങ്ങോട്ട് പോകണം? സീറോയിലേക്ക് പോകണം. ദാറ്റ് മീൻസ് ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു സെഡ് നോട്ട് ഫൈ ഓഫ് സെഡ് 0 ആയിരിക്കണം. ലിമിറ്റ് ഫൈ ഓഫ് എഫ് ഓഫ് സെഡ് ആസ് സെഡ് ടെൻഡിങ് ടു സെഡ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. 1ഉം 3ഉം ആ ഐഡന്റിറ്റീസ് ആണോ പറയുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്ക് 1ഉം 3ഉം എന്താണ് ഐഡന്റിറ്റീസ് എന്ന് നോക്കാം. 1 എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചതാണ് കൈ ഓഫ് സെഡ് ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ് എന്നുള്ളത്. അതേപോലെ നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്ത ഐഡന്റിറ്റിയാണ് 3 എന്നുള്ള ഐഡന്റിറ്റി. ഐഡന്റിറ്റി പറയുന്നത് ലിമിറ്റ് ഡബ്ല്യു ടെൻഡിങ് ടു എഫ് ഓഫ് സെഡ് നോട്ട് ഫൈ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഡബ്ല്യു എന്നുള്ള വേരിയബിളിനാണ് എഫ് ഓഫ് സെഡ് എന്ന് റീപ്ലേസ് ചെയ്തത്. സോ ഈ 3 എന്നുള്ള ഐഡന്റിറ്റിനെ നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക് റീപ്ലേസ് ചെയ്യാം. ലിമിറ്റ് എഫ് ഓഫ് സെഡ് ടെൻഡിങ് ടു എഫ് ഓഫ് സെഡ് നോട്ട് ഫൈ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 0 എന്ന്. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തത് എങ്ങോട്ടായിരുന്നു? ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു സെഡ് നോട്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ലിമിറ്റ് എഫ് ഓഫ് സെഡ് ടെൻഡിങ് ടു എഫ് ഓഫ് സെഡ് നോട്ട് എന്നുള്ളതാണ്. ഈ ഒരു കണ്ടീഷൻ വന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട്. സെഡ് സെഡ് നോട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് എഫ് ഓഫ് സെഡ് നോട്ടിലേക്ക് പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ്, എഫ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കാരണം എഫ് ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സീക്വൻഷ്യൽ ഡെഫിനിഷൻ പ്രകാരം സെഡ് എന്നുള്ള സീക്വൻസ് സെഡ് നോട്ടിലേക്ക് പോവുകയാണെങ്കിൽ എഫ് ഓഫ് സെഡ് എങ്ങോട്ട് പോകും? എഫ് ഓഫ് സെഡ് നോട്ടിലേക്ക് പോകും. സോ ബൈ സീക്വൻഷ്യൽ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി ലിമിറ്റ് എഫ് ഓഫ് സെഡ് ടെൻഡിങ് ടു എഫ് ഓഫ് സെഡ് നോട്ട് ഫൈ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് ഈ ലിമിറ്റിനെ എങ്ങനെ പറയാം? ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു സെഡ് നോട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു സെഡ് നോട്ട് ഫൈ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 0. സോ നമ്മൾ മൂന്നാമത്തെ ഐഡന്റിറ്റി ആയിട്ട് പറയുന്നത് ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു സെഡ് നോട്ട് ഫൈ ഓഫ് എഫ് ഓഫ് സെഡ് 0 എന്നും, ഒന്നാമത്തെ ഐഡന്റിറ്റി പറഞ്ഞത് ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു സെഡ് നോട്ട് കൈ ഓഫ് സെഡ് ഈക്വൽ ടു 0 എന്നുള്ളതുമാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും ഐഡന്റിറ്റി പറഞ്ഞത്. സോ നമ്മൾ ഫൈനലി ഡിറൈവ് ചെയ്ത് വെച്ചത് ഈ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. ഈ എക്സ്പ്രഷനിൽ ഫൈ ഓഫ് എഫ് ഓഫ് സെഡ് 0ലേക്ക് പോകുമോ എന്നുള്ളതാണ് ഈ ഐഡന്റിറ്റി കിട്ടുന്നത്. ഇത് 0ലേക്ക് പോകും എന്ന് പറയുന്നത് മൂന്നാമത്തെ ഐഡന്റിറ്റി. അതേപോലെ കൈ ഓഫ് സെഡ് 0ലേക്ക് പോകും എന്ന് പറയുന്നത് ഒന്നാമത്തെ ഐഡന്റിറ്റി. സോ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ടേം ഈ ഒരു ടേമും 0ലേക്ക് പോകും എന്ന് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് ഫൈനലി ദ റിമൈനിങ് ടേംസ് ആർ ജി ഡാഷ് അറ്റ് എഫ് ഓഫ് സെഡ് നോട്ട്, ലിമിറ്റ് അപ്ലൈ ചെയ്താലും ഇയാൾ തന്നെ വരും, കോൺസ്റ്റന്റ് ആയിട്ട് വരും, ഇൻറ്റു എഫ് ഡാഷ് അറ്റ് സെഡ് നോട്ട്. ഹെൻസ് the derivative g composite f whole dash at z naught is given by g dash at f of z naught into f dash at z naught. Hence the proof. നമ്മൾ ചെയിൻ റൂൾ ഫോർ കോംപ്ലക്സ് വേരിയബിൾ, കോംപ്ലക്സ് ഫംഗ്ഷൻസിന്റെ ചെയിൻ റൂൾ ആണ് പ്രൂവ് ചെയ്തത്. ചെയിൻ റൂൾ റിയൽ ഫംഗ്ഷൻസിന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ റിസൾട്ട് പറയുന്നത്. പ്രൂഫ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എഫിന്റെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് ഐഡന്റിറ്റീസ് പ്രൂവ് ചെയ്തു, ഐഡന്റിറ്റീസ് ഫോം ചെയ്തു. പിന്നീട് ജി എന്നുള്ള ഫംഗ്ഷന്റെ എഫിന്റെ ഡിഫറൻഷ്യബിലിറ്റി ഉപയോഗിച്ച് രണ്ട് ഐഡന്റിറ്റീസ് ഫോം ചെയ്തു. പിന്നീട് ജി എന്ന ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റി ഉപയോഗിച്ചിട്ട് രണ്ട് ഐഡന്റിറ്റീസ് ഫോം ചെയ്തു. പിന്നീട് ജി കോമ്പോസിറ്റ് എഫിന്റെ ഡെഫിനിഷൻ, കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് പ്രൊസീഡ് ചെയ്തു. അതിൽ നമ്മൾ ഇടയിലായിട്ട് മുന്നേ പ്രൂവ് ചെയ്ത് വെച്ച രണ്ട് ഐഡന്റിറ്റീസും അപ്ലൈ ചെയ്തു. And finally we have the result. Okay, ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് മറ്റു വീഡിയോസിൽ മറ്റു ഡിസ്കഷനുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.